പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഷാറൂഖ് ഖാൻ കുറച്ച് കരിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഹായ്, ഐ എം മനു ശർവാൻ. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡയറക്ഷൻ അതുപോലെ തന്നെ ആക്ടിങ്. അത് ചെയ്യാനുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് മൂവീസ് ഞാൻ കാണാറുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ബാറ്റ്മാൻ, സ്പൈഡർമാൻ. ഞാൻ ഹൃത്തിക് റോഷന്റെ ഭയങ്കര ഫാനായിരുന്നു. ലൈക്ക് ക്രിഷ് കണ്ട് ഇൻസ്പയർ ആയിട്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടി വിയിൽ ചാനലിൽ വരുന്ന സമയത്ത് ഞാൻ ഒറ്റക്കാർക്കും ടി വി ആണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് അതുപോലെ ഞാൻ പെർഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ആക്ടിങ്ങിനോടുള്ളൊരു താല്പര്യം വന്നത്. ദെൻ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് വന്ന് ചോദിക്കും ഡ്രാമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊക്കെ പോകാറുണ്ട്. ആ സമയത്തും ലുക്ക് ബേസിൽ ജഡ്ജ് ചെയ്യാറുണ്ട്. ഈ ക്യാരക്ടർ എനിക്ക് കൊടുക്കണോ, സൂട്ടബിൾ അല്ല, എന്നിട്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു റോള് തരാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ റോള് തരും. അങ്ങനെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാറുണ്ട്. ഞാൻ ഡാൻസിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വളരെ മോശമായിട്ട് ഡാൻസ് കളിക്കാൻ ഞാൻ പെർഫോം ചെയ്ത് കാണിച്ചു കൊടുത്തു. ബട്ട് ലുക്ക് ബേസിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡാർക്ക് ടോണാണ്, അട്രാക്റ്റീവ് അല്ല, സ്ക്രീൻ പ്രസൻസ് ഇല്ല. അപ്പോൾ ഇവ നമുക്ക് ബാക്കിൽ വെക്കാം. പിന്നെ കുറെ കഴിഞ്ഞ് ഞാൻ ഒരുപാട് ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ചെയ്ത ഓരോ പൊട്ടത്തരങ്ങളും സ്റ്റിക്കറായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോഴും വരുന്നുണ്ട്. അത് വേറെ കാര്യം. ചില ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറയും നീ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, വേറുള്ളവരൊക്കെ എന്നെ കളിയാക്കണ്ടോ, വല്ല കാര്യമുണ്ടോ. ആ ഒരു സമയത്തും ഞാൻ ആഗ്രഹിച്ചൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവര് വളരെ മോശമാണെന്ന് പറഞ്ഞ ഈ ആൾക്കാർ ഒരു സമയത്ത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അടിപൊളി സൂപ്പറായിട്ടുണ്ട് എന്ന് പറയണം എന്നുള്ളത് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു വാല്യൂ എനിക്ക് തരില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഞാനാണ് ടോപ്പ്. എൻ്റെ ഫ്രണ്ടിനോട് എന്തോ ക്ലാസ്സിൻ്റെ ടൈമിൽ സംസാരിക്കുന്ന ടൈമിൽ അവിടെ പഠിപ്പിച്ചെന്ന സാറ് ചോദിച്ചു നീ എന്തിനു വർത്താനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ ഷാറൂഖ് ഖാനായി ഇങ്ങനെ വന്നേക്കാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഷാറൂഖ് ഖാൻ കുറച്ച് കരിഞ്ഞു പോയി എന്ന് പറഞ്ഞു. എനിക്ക് വേറെ ആരും ചാൻസ് തരാൻ ആരും ഇല്ല, കാരണം ചാൻസ് തരൂല. അതുകൊണ്ട് ഞാൻ എന്നെ സ്ക്രിപ്റ്റ് എഴുതി, ഞാൻ എന്നെ ഡയറക്ഷൻ ചെയ്ത്, ഞാൻ എന്നെ അഭിനയിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തു. അതിന് നാട്ടിലെ ഫ്രണ്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് ലൈഫ് ആഡ്സിനും കുറച്ച് ക്ലയൻസ് മാത്രമേ ഉള്ളൂ. അന്ന് എൻ്റെ ലുക്ക് ബേസിൽ ജഡ്ജ് ചെയ്തപ്പോൾ ഞാനന്ന് തകർന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഡയറക്ഷൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. കാരണം കോൺഫിഡൻസ് അവിടെ പോയി. ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് പല വീഡിയോസും കോൺഫിഡൻ്റ് ആയി ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടപ്പെടുക. ഈ ലോകത്ത് ഏറ്റവും ഹാൻസം ആയിട്ടുള്ള ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാനാണെന്നുള്ളത്. ഈ ലോകത്ത് ഏറ്റവും ഹാൻസം ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആള് നിങ്ങളാണ് എന്ന് നിങ്ങൾ പറയാൻ പഠിക്കണം. യെസ്, യു ആർ ദ ബെസ്റ്റ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ലവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതും ഒരിക്കലും നിർത്തരുത്. കാരണം ഞാൻ ലൈഫ് ആഡ്സിൽ വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റർ ആയിരുന്നു, ഞാൻ നിർത്തിയില്ല. കോണ്ടന്റ് ക്രിയേറ്ററായി മാറി, ഞാൻ നിർത്തിയില്ല. പിന്നെ പ്രൊജക്ട് ഹെഡായി, ടീം ലീഡറായി. നൗ ഐ ആം ദ ജനറൽ മാനേജർ ഓഫ് ലൈഫ് ആഡ്സ്.